നമസ്കാരം. ഗുജറാത്ത് കലാപത്തിനിടെ ബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനുവിന് ഒടുവിൽ നീതി. ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. ശിക്ഷാ ഇളവ് സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികൾക്കൊപ്പം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഗുജറാത്ത് സർക്കാരും. ബിൽക്കിസ് ബാനുവിൻ്റെ ഹർജി നിലനിൽക്കും. ജീവപര്യന്തം ശിക്ഷ നിലനിൽക്കും. 11 പ്രതികളും വീണ്ടും ജയിലിലേക്ക് പോകണം. ശിക്ഷാ ഇളവ് നൽകും മുൻപ് വിചാരണ കോടതിയുടെ അഭിപ്രായം തേടണമായിരുന്നു. വിചാരണ നടന്ന സ്ഥലം പ്രധാനം. ഇരയായ സ്ത്രീയുടെ അവകാശം പ്രധാനം. ഇതൊക്കെയാണ് കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ. സുപ്രീം കോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. BJPയും കേന്ദ്ര സർക്കാരും സ്ത്രീകളോട് മാപ്പ് പറയുമോ? ബിൽക്കിസ് ബാനു കേസിൽ BJPക്ക് പൊതുവെയും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പ്രത്യേകിച്ചും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയിലൂടെ ഗോദ്ര കലാപത്തിൽ സംഘപരിവാറിന് ജനങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ബിൽക്കിസിന് നീതി, BJPക്ക് തിരിച്ചടി. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPI നേതാവ് ആനി രാജ, CPIM നേതാവ് PK ശ്രീമതിയും ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരും. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദ്, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിൽ ഇന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞതിലൂടെ ശരിക്കും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആർക്കൊക്കെയാണ്? അല്ല, തിരിച്ചടി ആർക്ക് എന്നതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യവും ഉത്തരവും നിയമവാഴ്ചയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ജയം തന്നെയാണ്. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ റൂൾ ഓഫ് ലോ മസ്റ്റ് പ്രിവെയിൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ നിയമവാഴ്ചയെ അട്ടിമറിച്ചുകൊണ്ട്, നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബീഭത്സമായ ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ, അതിൽ പങ്കെടുത്തവർക്ക് BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നൽകിയ ഒത്താശകൾ, പരിരക്ഷ, അവർക്ക് നൽകിയ പ്രൊട്ടക്ഷൻ, അതെല്ലാം അങ്ങേയറ്റം അപലപനീയമാണ്, തെറ്റാണ് എന്ന് ഇന്ന് സുപ്രീം കോടതി യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് 2002 സമ്പാദിച്ചു. അത് പ്രസക്തമായ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കോടതിയെ ധരിപ്പിക്കാതെ ബൈ ഫ്രോഡ് സമ്പാദിച്ച വിധിയാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് യാതൊരു പശ്ചാത്താപവും മനസ്താപവും കാണിക്കാത്ത ഈ 11 പ്രതികളും അവർക്ക് ലഭിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ പൂർണ്ണമായും അനുഭവിക്കണം, അതിനുവേണ്ടി ജയിലിലേക്ക് മടങ്ങണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ 11 തടവുകാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എന്നൊക്കെ നമ്മൾ കണ്ടു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുതിർന്ന അഭിഭാഷകർ തന്നെ അവർക്ക് വേണ്ടി ഹാജരായി. അപ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ആരുടെ കൂടെയായിരുന്നു, ആരുടെ പക്ഷത്തായിരുന്നു? അവർ ഈ ബിൽക്കിസ് ബാനു കേസ് എന്നറിയപ്പെടുന്ന ജുഗുപ്സാവഹമായ, അത്യന്തം അപലപനീയമായ സംഭവത്തിൽ അവർ ആർക്കൊപ്പമാണ്? അതൊക്കെ വ്യക്തമാക്കി ആക്കാൻ കൂടി ഈ കേസ്, അതിൻ്റെ വിചാരണയും മറ്റു നടപടികളും സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവാഴ്ചയുടെ വിജയമാണ് ഇത്. നിയമവാഴ്ച വിജയം വരിച്ചു എന്ന് പറയുമ്പോൾ ആ നിയമവാഴ്ചയ്ക്കെതിരെ നിലകൊണ്ട അധികാരത്തിൻ്റെ ശക്തികൾ, അവർ വെറുതെ ഏതെങ്കിലും പ്രതികളല്ല, അധികാരമുള്ളവരാണ്. ഗുജറാത്ത് എന്ന സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നഗ്നമായ അപലപനീയമായ ഇടപെടൽ, കുറ്റവാളികൾക്ക് അനുകൂലമായ അവരുടെ നിലപാട്, അവയെല്ലാം തുറന്നു കാട്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് BJP നേരിട്ട് അതിഥികളെ ഒന്നും ഈ ചർച്ചയ്ക്ക് അയക്കുന്നില്ല. അവർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നോ എന്ന് സംശയമുണ്ട്. എന്നോട് BJPയുടെ ചുമതലയുള്ള നേതാവ് പറഞ്ഞത്, ഈ അതിഥികളെയൊക്കെ തരുന്ന നേതാവ് പറഞ്ഞത്,
ഇതിപ്പോൾ സുപ്രീം കോടതിക്ക് തിരിച്ചടി ഉണ്ടായ കേസാണല്ലോ. സുപ്രീം കോടതിയാണല്ലോ ഈ നേരത്തെ ഗുജറാത്ത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതിക്ക്. ആ തിരിച്ചടി ഇപ്പോൾ അവർ തിരുത്തുമ്പോൾ ഞങ്ങളെന്തിനാണ് ഇനി അതിനകത്ത് ഇടപെട്ട് കോടതിയെ വിമർശിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. കോടതിക്ക് ആണോ തെറ്റുപറ്റിയത്? ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ പോയി ഈ തെറ്റ് തിരുത്തി വീണ്ടും ഈ പ്രതികൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ഈ വിധിയിലൂടെ താങ്കൾക്ക് വായിച്ചെടുക്കാനാകുന്നുണ്ടോ? അതെ, സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. സുപ്രീം കോടതി പറയുന്നത് അത് രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന നിയമമാണ്. എല്ലാവരും ആ നിയമം അനുസരിച്ചേ മതിയാകൂ. പക്ഷേ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റാം. സുപ്രീം കോടതിയുടെ മുന്നിൽ കക്ഷികൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, വസ്തുതകൾ, അവയെ അടിസ്ഥാനമാക്കിയാണ് സുപ്രീം കോടതി വിധി പറയുന്നത്, ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. ഇവിടെ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പ്രസക്തമായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാതെ ആൻ ഓർഡർ ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ് എന്ന വാക്കിന് നിയമത്തിൻ്റെ ഭാഷയിൽ അല്പം ഗൗരവമുള്ള അർത്ഥം തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള ഒരു കാര്യം ചെയ്യുകയും അത് സുപ്രീം കോടതി ശ്രദ്ധയിൽ വന്നപ്പോൾ സുപ്രീം കോടതി അത് തിരുത്തുകയും ചെയ്തു. എക്സിക്യൂട്ടീവിൽ നിന്ന്, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രീം കോടതിയുടെ നിലപാട് അതാണ്. തെറ്റ് ബോധ്യം വന്നാൽ തെറ്റ് തിരുത്തും. ഇവിടെ തെറ്റ് തിരുത്തിയിരിക്കുന്നു. തിരുത്തപ്പെട്ട ഈ തെറ്റ് സുപ്രീം കോടതി തിരുത്തുമ്പോൾ ചിലർക്കൊക്കെ അത് വലിയ തോതിലുള്ള വേദനയ്ക്കും നൊമ്പരത്തിനും കാരണമാകും. BJP വക്താവ് ഇവിടെ വന്ന് ഈ ചർച്ചയിൽ സുപ്രീം കോടതിയെ അപലപിക്കുകയോ വിമർശിക്കുകയോ അതൊന്നും നമ്മുടെ പ്രസക്തമായ വിഷയമല്ല. പക്ഷേ ഈ വിധി ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട 11 തടവുകാർക്കെതിരെ മാത്രമല്ല, അവരെ സംരക്ഷിച്ച് അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പാർട്ടിക്ക് കൂടി ഉണ്ട്. അതുകൊണ്ട് ആ കുറ്റബോധമുള്ളത് കൊണ്ട് തന്നെയാണ് BJP വക്താക്കളെ അയച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നത്. ശരി, ഒറ്റ കാര്യം കൂടി, എനിക്ക് മറ്റുള്ളവരിലേക്കൊന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ വ്യക്തമായി താങ്കളോട് ചോദിച്ചത് അതാണ്. ഇനി ഈ കേസ് മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ച്, പ്രതികൾ സമീപിച്ച് അവിടെ ഹർജി കൊടുത്ത് എല്ലാം ശരിയാക്കി വീണ്ടും ഗുജറാത്ത് പറഞ്ഞ കാര്യം മഹാരാഷ്ട്ര സർക്കാർ പറയുന്നു. പുതിയ മഹാരാഷ്ട്ര സർക്കാർ നമുക്കറിയാമല്ലോ, ഈ പ്രതികൾക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാട് അവിടെ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷ പലർക്കുമുണ്ട്. ഇതിനകം വന്ന പ്രതികരണങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ പുറത്തിറങ്ങി നടക്കും എന്ന് പറയുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഈ കേസിൻ്റെ വിധി പരിശോധിക്കുമ്പോൾ? അല്ല, ഇന്നത്തെ സുപ്രീം കോടതി വിധിക്ക് പല വശങ്ങളുണ്ട്. ഒരു വശം സാങ്കേതിക വശമാണ്. ആ സാങ്കേതികത്വം എന്ന് പറയുന്നത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ്റാണ്? ഈ കേസിൽ സംഭവം നടന്നത് ഗുജറാത്തിലാണ്. പക്ഷേ ഗുജറാത്തിൽ നീതിപൂർവകമായ വിചാരണ ഉണ്ടാവില്ല എന്ന ഘട്ടം വന്നപ്പോൾ അത് മഹാരാഷ്ട്രയിലേക്ക് മാറ്റി. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റാണോ ഗുജറാത്ത് ഗവൺമെൻറ്റാണോ റെമിഷൻ നൽകുന്നതിൽ, ശിക്ഷ ഇളവ് നൽകുന്നതിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആയി കണക്കാക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോടതി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി യാതൊരു കാരണവശാലും ഈ പ്രതികൾ കോടതിയെ സമീപിച്ചുകൂടാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അപ്രോപ്രിയേറ്റായ, ഉചിതമായ ഒരു സമയത്ത് റെമിഷന് വേണ്ടി അവർക്ക് വീണ്ടും ഗവൺമെൻറ്റിനെ സമീപിക്കാം. ഗവൺമെൻറ്റിന് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന നടപടിക്രമം അനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കാം. ആ തീരുമാനവും വീണ്ടും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാകും. അതിനപ്പുറത്ത് നമ്മയൊക്കെ അലട്ടുന്ന അല്ലെങ്കിൽ അലട്ടേണ്ടതായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇനിയും വേദികളുണ്ട്, ഞങ്ങൾക്കിനിയും അവസരമുണ്ട്, ഞങ്ങൾ ഈ പ്രതികളെ ഇനിയും സംരക്ഷിക്കും എന്ന മട്ടിൽ കുറേ പേർ സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത്? ആ കാര്യത്തിലാണ് നമുക്ക് ആശങ്കയുള്ളത്. ശരി, ഞാൻ ആ വിഷയത്തിലേക്ക് കുറച്ചുകൂടി വിശദമായി പിന്നീട് വരാം. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് സർക്കാർ ചെയ്തത് തെറ്റാണ്, പ്രതികളുമായി ചേർന്ന് അവർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ഈ കേസിൽ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കോടതിയെ വഞ്ചിച്ചതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളുമൊക്കെ പരിശോധിക്കേണ്ടി വരും. അവിടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരമൊരു വിധിയിലേക്ക് പോവുകയും അതിനൊരു സംസ്ഥാന ഭരണകൂടം തന്നെ കൂട്ടുനിൽക്കുകയും ആ സംസ്ഥാന ഭരണകൂടത്തിൽ
ഒരു കാലത്ത് ഇതിൻ്റെ ഒറിജിനൽ കേസുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാനത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് വലിയ ചർച്ചകളിലേക്ക് പോകേണ്ടിയും വരും. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീമതി ആനി രാജ, എന്താണ് ഈ കേസിൽ രാഷ്ട്രീയമായ തിരിച്ചടിയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? തിരിച്ചടികൾ ആർക്കൊക്കെ എന്ന് നിയമവിദഗ്ധൻ കൂടിയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനപ്പുറം രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പറയാനുണ്ടാകുമല്ലോ. എവിടെയൊക്കെയാണ് താങ്കളുടെ കണ്ടെത്തലുകൾ? അല്ല, രാഷ്ട്രീയ തിരിച്ചടികളിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ദേശീയ മഹിളാ ഫെഡറേഷന് വലിയ സന്തോഷമുണ്ട്. സുപ്രീം കോടതിയിൽ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം, ഞങ്ങൾ NFIW വൺ ഓഫ് ദ പെറ്റീഷണറാണ് ഈ കേസിൽ. ആ വിശ്വാസം തീർച്ചയായും ഞങ്ങളുടെ വിശ്വാസം ശരിയായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ കോടതിയുടെ വിധി. അതോടൊപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്കാകെ തന്നെ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ള ഓരോ മനുഷ്യനും ഇന്നത്തെ സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നത് അത് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന, എല്ലാം നശിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ റെമിഷൻ, ഈ കുറ്റവാളികളെ പറഞ്ഞ കാരണങ്ങൾ അതിലേക്ക് ചിലപ്പോൾ വിശദമായിട്ട് പിന്നീട് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റവാളികളെ അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ബ്രാഹ്മണരാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ, ബ്രാഹ്മണരെ ജയിലിലടച്ചാൽ അത് വലിയ പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തുറന്നു വിടുന്ന, ജയിൽ തുറന്ന് പുറത്തേക്ക് വിടുന്ന, അവരെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്ത ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യം ഒന്ന്. മറ്റൊന്ന്, ഈ രാജ്യത്ത് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള കേസുകൾ, ആ കേസുകളുടെ മേൽ, ആ കേസുകളിൽ ഇടപെട്ട, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമണങ്ങളിൽ ഉള്ള കേസുകളിൽ അതിൽ കുറ്റവാളികൾക്ക് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട്. അതാണ് നമ്മൾ ഗുസ്തി താരങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് ബ്രിജുഭൂഷൺ എന്ന BJP എംപിയോടൊപ്പം ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് മുതൽ വടക്കോട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അത് പറയുമ്പോഴും കൂടെ ഇരുത്തി ഈ വർത്തമാനം പറയുന്നത് ബ്രിജുഭൂഷണെ പോലെയുള്ള ഡൽഹി പോലീസ് ആവർത്തിച്ച് പറയുന്ന കുറ്റവാളി എന്ന് പറയുന്ന ബ്രിജുഭൂഷൺ എന്ന എംപിയോടൊപ്പം ഇരുന്നാണ്. അപ്പം ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ സ്ത്രീകൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ് എന്ന് തുടക്കത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ തിരിച്ചടികളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് തന്നെ നമുക്ക് നോക്കിയറിയാം, ഇത് ഒരു ദിവസം മുഴുവനും ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ്. ഈ രാജ്യത്ത് ഇന്ന് നടന്ന ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ വിധി. എന്നാൽ അതിന് മേലെ എത്ര ചാനലുകൾ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് വലിയൊരു ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതമുള്ള ഒരു സംഭവമാണ് ഇതെന്ന്. തീർച്ചയായും ആ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത് BJPക്ക് തന്നെയാണ്. കാരണം ഗുജറാത്ത് ഗവൺമെൻറ്റിനെയാണ് സുപ്രീം കോടതി അതിശക്തമായി വിമർശിക്കുകയും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുക, ഒരു കോടതി പറയാണ്, ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി പറയുകയാണ്, ഒരു സംസ്ഥാന സർക്കാർ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്, നിയമവിരുദ്ധമായാണ് നീങ്ങിയത്, നടപടികൾ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു രാഷ്ട്രീയ സംഭവ വികാസം തന്നെയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുജറാത്ത് ഭരിക്കുന്ന BJP, ആ BJP ആണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ റെമിഷൻ, കുറ്റവാളികളെ, കൊടും കുറ്റവാളികളെ, ഈ ഗാങ് റേപ്പിസ്റ്റുകളെ, കൊലപാതകികളെ അവരെ ജയിൽ തുറന്ന് പുറത്തേക്ക് വിടുന്ന, ശിക്ഷ ഇളവ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി
പ്രധാനമന്ത്രിയുടെ മേലെയും ശ്രീ നരേന്ദ്രമോദിയുടെ മേലെ ഒരു വലിയ ചോദ്യചിഹ്നം ഈ രാജ്യത്തെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്, സ്ത്രീകൾ ഉയർത്തുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് മൗനമായിരുന്നു? നിങ്ങളുടെ മൗനം ഈ റെമിഷന്, ഇതുപോലെ ഈ കുറ്റവാളികളെ അവരെ ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്തു കൊടുത്തതിന് നിങ്ങൾ അതിന് പിന്തുണ നൽകുന്നില്ല. നിങ്ങളുടെ നിശബ്ദത അത് പിന്തുണയ്ക്ക് തുല്യമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ ഒരു സംസ്ഥാന സർക്കാർ ഇടപെടുമ്പോൾ അതിൽ ഇടപെട്ട ആ തെറ്റിനെ തിരുത്തേണ്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഈ നിശബ്ദത പാലിച്ചു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്, ഈ രാജ്യത്തെ സ്ത്രീകൾ റെമിഷനിലൂടെ ഈ കുറ്റവാളികളെ മോചിപ്പിച്ചതിലൂടെ ഈ രാജ്യത്ത് സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങൾ, സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിരവധി സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കൊന്നിനും തന്നെ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു ഈ കൊടും കുറ്റവാളികളെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. അത് ശരിയല്ല, അങ്ങനെയല്ല എന്നുള്ളത് സ്ഥാപിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ശരി, ഡോക്ടർ ഷമാ മുഹമ്മദ്, കോൺഗ്രസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കുറ്റവാളികൾ ആരാണ്, ശരിക്കും കുറ്റക്കാരെ സംരക്ഷിക്കുന്നവർ ആരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആരെയാണ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത്? ഡോക്ടർ ലാൽ, നമുക്ക് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികൾ എപ്പോഴാണ് റിലീസായി? റെമിഷൻ എപ്പോഴായിരുന്നു? ഓഗസ്റ്റ് 15, 2022, 75 വാർഷിക ഞങ്ങളെ സ്വതന്ത്ര ദിവസം. ഈ മൃഗീയ ബലാത്സംഗം ചെയ്തവർ, മൃഗീയ ബലാത്സംഗം, എന്തുകൊണ്ട്? ബിൽഖീസ് ബാനു അന്ന് 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവരെ 3 വയസ്സുള്ള കുട്ടിനെ തലയെടുത്ത് മതിലിൻ്റെ മേലെ അടിച്ചിട്ട് കൊന്നത് ഇവർ. അത് മനസ്സിലാക്കണം. ഈ ബിൽഖീസ് ബാനുവിൻ്റെ അമ്മയും ഉമ്മയും അനിയത്തിനെയും അവരെ മുമ്പ് നിന്നാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത്. 7 പേരെ അവരെ ഫാമിലിയിൽ നിന്ന്, അവരെ മുമ്പ് നിന്നാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത്. 14 പേരെ അന്ന് കൊന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ട് അവർക്ക് ഗുജറാത്തിൽ, അവർ മഹാരാഷ്ട്രയിൽ പോയി. എന്തുകൊണ്ട്? അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ പോലീസ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ബോഡീസിനെ ഡീക്യാപിറ്റേറ്റ് ചെയ്തു. അവരെ തലയും ബോഡിയും സെപ്പറേറ്റ് ചെയ്തു. അതാണ് നരേന്ദ്രമോദി ചെയ്തത്. ഇതെങ്ങനെ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കും? എന്നിട്ട് ബിൽഖീസ് ബാനുവിന് എവിടുന്നാണ് ന്യായം കിട്ടിയത്? മഹാരാഷ്ട്ര കോർട്ടിൽ നിന്ന്. അത് മനസ്സിലാക്കണം ആദ്യം. രണ്ടാമത്തെ കാര്യം, ആർട്ടിക്കിൾ 171 ആർട്ടിക്കിൾ 161 72 റെമിഷൻ കൊടുക്കാൻ പറ്റുന്നത് ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി. ഒന്ന്. രണ്ടാമത്, സംസ്ഥാനത്തിൽ റെമിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ആർട്ടിക്കിൾ 232 ഉണ്ട്, 432 ഉണ്ട് ആൻഡ് 433. 432 എന്താ പറയുന്നത്? സംസ്ഥാനത്തിന് റെമിഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ 433 പറയുന്ന പറഞ്ഞാൽ 14 വർഷത്തിൻ്റെ അധികം കൺവിക്ഷനെങ്കിൽ ഒന്നുകിൽ ലൈഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡെത്ത് പെനൽറ്റി എങ്കിൽ സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റില്ല റെമിഷൻ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവർ റെമിഷൻ കിട്ടുമ്പം അതാണ് കോർട്ട് പറഞ്ഞത്, there has been a fraud created on us by the ഗുജറാത്ത് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. ഗുജറാത്ത് സർക്കാർ ഫ്രോഡ് ചെയ്തു. അവർ 1992 ലോ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ അവരെന്താ ചെയ്യാണ്ടത്? അതെന്താ അവർ കോർട്ടിൽ കാണിക്കാണ്ടെന്ന്? 2014 ആ ലോ മാറ്റിയിരിക്കുക. ആ ലോ ക്ലിയർലി പറയുന്നുണ്ട്, അന്വേഷണം അവിടുത്തെ സർക്കാർ, അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ഡൽഹി പോലീസോ അല്ലെങ്കിൽ CBI എങ്കിൽ ഗുജറാത്ത് സർക്കാരിന് റെമിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇന്ന് കോർട്ട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ് എവിടുന്നാണ് അവർക്ക് ഈ നീതിയും ന്യായം കിട്ടിയത്? അവർക്ക് മാത്രമാണ് റെമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മഹാരാഷ്ട്ര കോർട്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ റെമിഷൻ കൊടുക്കുമ്പോൾ ഒന്ന് ഗുജറാത്ത് സർക്കാർ ആസ് വെൽ ആസ് ഹോം മിനിസ്ട്രി. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് CBI കോർട്ടിലാണ് ഈ നിർണയം വന്നത്. CBI കോർട്ടായതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഹോം മിനിസ്ട്രി ആണ് ഗോ ഹെഡ് കൊടുത്തത്. അതിന്റെ അർത്ഥം അമിത്ഷാവും നരേന്ദ്രമോദിയാന്ന് പറഞ്ഞ് ഈ ബലാത്സംഗം, ഈ മൃഗീയ ബലാത്സംഗം ചെയ്തവരെ പുറത്തു വിടൂ. നമുക്ക് അവിടുത്തെ 2022 ഡിസംബറിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ അയച്ചത്. നിങ്ങൾക്കറിയോ, അവർ പുറത്തു വന്നതിന് ശേഷം മധുരം കൊടുക്കുക അവർക്ക്. ഈ ഒരു ബലാത്സംഗം ചെയ്ത അവൻ്റെ മകൾ മത്സരിക്കുകയായിരുന്നു, അവൻ ക്യാമ്പയിൻ ചെയ്യായിരുന്നു, പ്രചരണം ചെയ്യായിരുന്നു. മനസ്സിലാക്കൂ നിങ്ങൾ എന്താണ് നരേന്ദ്രമോദിയുടെ കഥ. ഒന്ന് നമ്മൾ കാണുന്ന ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിന്നിട്ടില്ല.
അദ്ദേഹം ഗുസ്തി താരങ്ങൾ അദ്ദേഹത്തിനോട് കെഞ്ചിയത് എനിക്ക് നീതി വേണം, ന്യായം വേണം. അദ്ദേഹം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് ആ റെസ്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ട് അവിടുന്ന് പറഞ്ഞില്ല നിങ്ങൾ പോകണമെന്ന്. അവിടെ തന്നെ ഉണ്ട് അദ്ദേഹം. മനസ്സിലായി. ഇപ്പം അവിടെ ഇലക്ഷൻ വന്നിട്ട് മാറിയിരിക്കുക. അതൊന്ന്. രണ്ടാമത്, മണിപ്പൂരിൽ ഞങ്ങളെ മക്കൾ, ഞങ്ങളെ പെങ്ങന്മാർ, ഞങ്ങളെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്തിട്ട് ചിലവർ കൊന്നിരിക്കുക, ചിലവർ കുറെ പേരെ ബലാത്സംഗം ചെയ്തു. മണിപ്പൂരിൽ ഇതുവരെ മോദി പോയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദി. എന്നിട്ട് ഇപ്പോൾ ഈ ബിൽക്കീസ് ബാനു കേസ്, എന്നിട്ട് എന്ത് അർഹതയാണ് നരേന്ദ്രമോദിക്ക് കേരളയിൽ വന്നിട്ട് സ്ത്രീകളൊക്കെ ഇരിക്കാൻ? എന്ത് അർഹതയാ? ഈ ഡ്രാമ കേരളയിലെ സ്ത്രീകൾക്കറിയാം, കേരളയിലെ മലയാളികൾക്കറിയാം ഇത് ഡ്രാമയാണ് നരേന്ദ്രമോദി. സ്ത്രീകൾക്ക് മേലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ടും എപ്പോഴാണ് അദ്ദേഹം സ്ത്രീകളൊക്കെ നിന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇത് നോ എന്ന് പറയാം. വി ക്യാൻ നോട്ട് ഗിവ് പെർമിഷൻ ഫോർ ദിസ് റെമിഷൻ. കേന്ദ്ര സർക്കാരിന് അത് ഉണ്ടായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞു ഇല്ല, എനിക്ക് ആ തെരഞ്ഞെടുപ്പ് ജയിക്കണം. വിമൻ, സ്ത്രീകൾ ആർ കൊളാട്രൽ ഡാമേജ്. ഐ ഡു നോട്ട് കെയർ. അവരെ ബലാത്സംഗം ചെയ്തോട്ടെ, അവരെന്ത് ചെയ്തോട്ടെ, ഏത് നേതാവ് അത് ചെയ്യുന്ന എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരു തെരഞ്ഞെടുപ്പ് ജയിക്കണം. അതിന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ വേണമെങ്കിൽ സംരക്ഷിക്കും, അതിന് ബിൽക്കീസ് ബൂനന്റെ ബലാത്സംഗം ചെയ്തവരെ ഞാൻ സംരക്ഷിക്കും, അതിന് ബിരേൻ സിംഗ് മണിപ്പൂരിൽ എല്ലാം കലാപത്തും ബലാത്സംഗത്തിന്റെ എല്ലാത്തിന്റെ ചുമതല ബിരേൻ സിംഗിനെ, അദ്ദേഹത്തിനെ ഞാൻ സംരക്ഷിക്കും. അത് സ്വാമി ചിന്മയാനന്ദയെ ഞാൻ സംരക്ഷിക്കും, അത് കുൽദീപ് സിംഗ് സെങ്കറായാൽ ഞാൻ സംരക്ഷിക്കും. ആരാധന ചെയ്ത് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ജയിക്കണം. ദാറ്റ് ഈസ് നരേന്ദ്രമോദി. അത് നിങ്ങൾ എല്ലാവരും കേരളത്തിലെ സ്ത്രീകൾ മനസ്സിലാക്കണം. ഈ നരേന്ദ്രമോദി സ്റ്റേജിലിരിക്കുന്ന മനസ്സിനല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് നിർത്തായിരുന്നു. പക്ഷെ അദ്ദേഹം നിർത്തിയിട്ടില്ല. ഞങ്ങളെ ഗുസ്തി താരങ്ങളെ കേസും കണ്ടിട്ടുണ്ട്. സാക്ഷി അവർ അവിടെ പറഞ്ഞു എനിക്ക് എൻ്റെ ഈ മെഡൽ വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് നീതിയാ വേണ്ട, എനിക്ക് ന്യായമാ വേണ്ട. നരേന്ദ്രമോദി ഈസ് നോട്ട് ലിസണിങ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ടുഡേ. ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ വിഷയം. പ്രധാനമന്ത്രിക്ക് ഇത് വേണമെങ്കിൽ ഇത് നിർത്താനും, പക്ഷെ പ്രധാനമന്ത്രി ചെയ്തില്ല. ഇപ്പം ഈ അവർക്ക് ജയിച്ചല്ലോ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവരെ പുറത്താക്കിയത്, അവർ ജയിച്ചു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്. ഇനി നരേന്ദ്രമോദിക്ക് എന്താ? ഈ ബലാത്സംഗം ചെയ്ത് അവർ തിരിച്ചു പോയാലും പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഞാൻ തെരഞ്ഞെടുപ്പ് ജയിച്ചു, എനിക്ക് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ വേണം. എന്തുകൊണ്ടാണ്? 15 അസംബ്ലി സീറ്റാണ് അദ്ദേഹത്തിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ. അതെന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ 1.5 ലോക്സഭ, ഏകദേശം 2 ലോക്സഭ. അപ്പം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ഞങ്ങൾ എങ്ങനെ പുറത്താക്കും? അതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ശരി, ഞാൻ തിരിച്ചു വരാം. ഷാബു പ്രസാദിലേക്ക് പോകുന്നതിന് മുമ്പ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ടീച്ചർ, ഇപ്പോൾ ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ നീതി തടഞ്ഞു വെച്ചവരെ കുറിച്ച് 2 വാക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണല്ലോ. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ലാല് പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരി ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയേറെ ദുഃഖവും ദുരിതവും മാനസികാഘാതവും നേരിട്ട ഒരു സഹോദരി ധീരയായ ഒരു പോരാളിയെ പോലെ നീതിക്ക് വേണ്ടി പൊരുതുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവസാനം ഭരണകൂടത്തിൽ നിന്ന് അത് ലഭിച്ചില്ലെങ്കിൽ പോലും സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുന്ന ഒരു അപൂർവമായ കാഴ്ച നമ്മൾ കണ്ടു. ഈ വിധി വളരെ സ്വാഗതാർഹമാണെന്ന് മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഒരു ആശ്വാസവുമാണ്. അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ഇന്ത്യൻ സുപ്രീം കോടതി ഉണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ക്രിമിനൽ കുറ്റവാളികളെ, കൊടും കുറ്റവാളികളായ 11 പേരെ എത്രയോ വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വിധി പ്രകാരം, വിധിയുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. എത്ര പെട്ടെന്നാണ് ഗുജറാത്ത് ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ഈ 11 പേരെയും ജയിലിന് പുറത്തേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ രൂപത്തിൽ ഇത്ര നികൃഷ്ടമായ വിധത്തിൽ ഇത്രയും ക്രൂരമായ റേപ്പും ബലാത്സംഗവും കൊലപാതകവും ചെയ്ത ക്രിമിനൽ പുള്ളികളെ വിട്ടയക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടം തന്നെ മുന്നോട്ട് വരിക എന്നത് മറ്റൊരു ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതാക്കളും RSSകാരുമാണ് എന്നതിന് യാതൊരു സംശയമില്ല. കാരണം അതിന് തെളിവുകളുണ്ട്. പുറത്തു വന്ന ഉടനെ ഈ കസ്മലന്മാരെ, ഈ കൊള്ളരുതാത്ത വൃത്തികെട്ടവന്മാരെ, ഈ നരവേട്ട പരസ്യമായിട്ട് സ്ത്രീകളെ മാനഭംഗം ചെയ്ത് ബലാത്സംഗം ചെയ്ത കൊലപാതകം നടത്തിയ ഈ നരാധമന്മാരെ മാലയിട്ട് പൂജിക്കുന്ന
പൊട്ടുതൊട്ട് ആദരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ രാജ്യത്തെ സ്ത്രീകളോട് എടുക്കുന്ന എന്ത് സമീപനം, ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? മനുവിന്റെ സിദ്ധാന്തം നടപ്പിലാക്കണമെന്ന് പറയുന്നവർക്ക് എവിടെയാണ് സ്ത്രീ സംരക്ഷണം കൊടുക്കാൻ കഴിയുക? അവരിൽ നിന്ന് സ്ത്രീ സംരക്ഷണം പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഗുജറാത്ത് ഗവൺമെന്റ് കാണിച്ച ഈ അനീതി, അവർക്കൊരു അധികാരം പോലുമില്ല. ഇവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള വിട്ടയക്കാൻ തീരുമാനമെടുക്കുന്നതിന് അധികാരമില്ലാത്ത ഒരു പണിയാണ് ഗുജറാത്ത് ഗവൺമെന്റ് ചെയ്തത്. അങ്ങനെ ഒരു തെറ്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്തത്? ഇത് എന്തൊരു ക്രൂരതയാണ്! യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പേരിൽ വാനോളം സ്ത്രീകളെ പുകഴ്ത്തുകയും സ്ത്രീശക്തി, നാരീശക്തി, വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിൽ വന്ന് നമ്മൾ കണ്ടില്ലേ സ്ത്രീകളെ വാനോളം പുകഴ്ത്തുന്നത്. ഈ വൃത്തികെട്ട രീതിയിൽ ഈ കുറ്റങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം സ്ത്രീകളോട് കാണിച്ചിട്ട് പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിക്കാൻ ഭരണാധികാരികൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണ്. ഇതില് ഈ വിധി ഇന്ത്യയിലെ സർക്കാരിനും പ്രത്യേകിച്ച് ഗുജറാത്ത് ഗവൺമെന്റിനും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJP RSSന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്, ചെകിട്ടത്ത് കിട്ടിയ അടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. കാരണം അവർ തന്നെ കരുതിക്കുട്ടി ആസൂത്രിതമായി ജയിലിൽ നിന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ, കുറ്റവാളികളെ, ക്രിമിനലുകളെ പുറത്തേക്ക് എത്തിക്കുന്നതിനാണ് അവർ ശ്രമിച്ചത്. ഇത് രാജ്യം മാപ്പ് കൊടുക്കില്ല. ഇത് ഈ രാജ്യത്തിലെ സ്ത്രീകൾക്കെതിരായിട്ട് ഈ രൂപത്തിൽ അക്രമം നടത്തുന്നവർക്കൊരു പാഠമാണ്. ഒരു ഗവൺമെന്റിന് നീതി കിട്ടാതെ വരുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നീതി കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തു തന്നെയായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ബിൽക്കിസ് ബാനു നടത്തിയ പോരാട്ടം വെറുതെ ആവില്ല. ഈ പോരാട്ടത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റവും ശക്തമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് സുഭാഷിണി അലി അടക്കമുള്ള സഹോദരിമാർ ചേർന്നാണ് ഇവരോടൊപ്പം ചേർന്ന് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത്. സുപ്രീം കോടതിക്ക് അത് മനസ്സിലായി. തെറ്റ് ചെയ്തത് സർക്കാരാണ്, അത് ഗുജറാത്ത് സർക്കാരാണ്. തെറ്റ് ചെയ്തത് BJP രാഷ്ട്രീയ നേതൃത്വമാണ്, ഭരിക്കുന്ന ഭരണ നേതൃത്വമാണ് എന്ന് സുപ്രീം കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്ന വിധിയായിട്ട് നമുക്ക് കാണണം. വളരെ സ്വാഗതം ചെയ്യുന്നു. തെറ്റുകാരുടെ പേരിൽ ഈ ക്രിമിനൽ പുള്ളികളെ സംരക്ഷിക്കാനും അവരെ പിന്തുണക്കാനും ശ്രമിച്ചിട്ടുള്ള, അതിന് തീരുമാനമെടുത്ത ഗുജറാത്ത് ഗവൺമെന്റിനെയും അതുപോലെ അവർക്ക് പിന്തുണച്ചുള്ള കേന്ദ്ര സർക്കാരിനെയും യഥാർത്ഥത്തിൽ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അവരും കുറ്റവാളികളാണെന്ന് കാണണം. എന്തായാലും ഈ വിധി നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു വിധിയാണ്. യെസ്, PK ശ്രീമതി ടീച്ചറാണ് പ്രതികരിച്ചത്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ നമ്മൾ 4 പ്രധാന പ്രതികരണങ്ങളാണ് ഈ ചർച്ചയിൽ കേട്ടത്. എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന തിരിച്ചടി എവിടേക്കാണ് എന്നുള്ളത് താങ്കൾക്കും വ്യക്തമായല്ലോ. ഗുജറാത്ത് സർക്കാരിനാണ് തിരിച്ചടി, ഗുജറാത്ത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJPക്കാണ് തിരിച്ചടി, കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ നയിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇതിലുള്ള പങ്കെന്താണ്, ഈ കേസുമായി അവർക്കുള്ള ബന്ധമെന്താണ് എന്നുള്ളത് ഇനി ഞാൻ താങ്കളെ പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇപ്പോൾ പോലും കേന്ദ്രത്തിൻ്റെ അഭിഭാഷകർ പോലും ഇടപെട്ട് ഈ പ്രതികൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഈ പ്രതികൾക്ക് വാങ്ങിച്ചു കൊടുത്ത നീതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കുന്നത് എന്ന് പറയുമ്പോൾ തിരിച്ചടിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതെ വരുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വരില്ലേ? ലാൽ, ചർച്ച തുടങ്ങി അരമണിക്കൂറിനോളം ആയതിനു ശേഷമാണ് ഞാൻ കയറുന്നത്. താങ്കൾ എന്നോട് അനുകൂലിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ ആർഗ്യുമെൻറ്റ്സ് പൂർത്തിയാക്കാൻ അതിന് തടസ്സം ഉണ്ടാക്കരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാര്യം തീർച്ചയായിട്ടും ചാനലിൻ്റേതായ രാഷ്ട്രീയവും നിലപാടുകളും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകളും അവരുടെ നിലപാടുണ്ട്. എല്ലാ നിലപാടുകളെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയാം, അംഗീകരിക്കില്ല, ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്. അവർക്ക് കിട്ടുന്ന, താങ്കൾ നീതിയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്, ആ നീതി എനിക്കും
ഞാനും ആ നീതിക്ക് അർഹനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞത് തിരിച്ചടി 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 എന്നാണ്. ഈ അടിയും തിരിച്ചടിയും ജയവും ഇതൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ്? അത് പ്രതിയോഗികൾ തമ്മിലുള്ള മത്സരത്തിലാണത്. കോടതി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഭരണഘടനയുടെ വാച്ച്ഡോഗാണ്, ഭരണഘടനയുടെ സംരക്ഷകനാണ്. ഭരണകൂടങ്ങൾ ആയാലും വ്യക്തികളായാലും ശരി, സ്ഥാപനങ്ങളായാലും ശരി, ഭരണകൂടങ്ങളായാലും ശരി, അവരുടെ നിലപാടുകളെയും അവരുടെ തീരുമാനങ്ങളെയും പരിശോധിക്കാനും ശരിയേത് തെറ്റേത് എന്ന നിഗമനങ്ങളിലെത്താനും ഉള്ള അധികാരം, അവകാശം നമ്മുടെ കോടതിക്ക് ഭരണഘടന നൽകിയിട്ടുണ്ട്. അവർ അതെടുക്കുന്നു. ആ വിധി എന്തു തന്നെയായാലും, ആ നിലപാട് എന്തു തന്നെയായാലും അതിനെ അംഗീകരിക്കുക, എല്ലാ ബഹുമാനത്തോടുകൂടിയും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പൗരധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ അനുകൂലമായ വിധി വരുമ്പോൾ നീതി പുലർന്നു എന്ന് പറയുകയും ഇഷ്ടമല്ലാത്ത വിധി വരുമ്പോൾ ഇവിടെ ഈ കോടതിയെ മുഴുവൻ നരേന്ദ്രമോദി മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നത് കാപട്യമാണ്. നമുക്കറിയാം, ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കേസിൽ, അപകീർത്തി കേസിൽ ഗുജറാത്ത് കോടതിയിൽ നിന്ന് വന്നപ്പം ഇവിടെ എത്ര ഹീനമായ രീതിയിലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. ഗുജറാത്ത് കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏതോ കോടതി എന്ന മട്ടിലാണ്. നമ്മുടെ ടോട്ടൽ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണതും. അങ്ങനെ ഇഷ്ടം പോലെ ഇപ്പോൾ അയോധ്യ വിധി, ജമ്മു കാശ്മീർ വിധി, ഈ സമയത്തൊക്കെ ഇവിടുത്തെ കോടതി നീതിയെ മറന്ന കോടതിയും ഭരണകൂടത്തിന് സേവ ചെയ്യുന്ന കോടതിയുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ തങ്ങളുടെ നിലപാടിന് അനുകൂലമായ ഒരു വിധി വന്നപ്പോൾ അപ്പോൾ വളരെ നല്ല കോടതിയായി. എന്തായാലും ഞാൻ ഈ പക്ഷത്തല്ല. ഈ കോടതി വിധി എന്ത് വന്നു അതിനെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ BJPയുടെ തീരുമാനമോ BJPയുടെ നിലപാട് പറയാനോ ഞാൻ ആളല്ല. ഞാൻ BJPക്ക് വേണ്ടിയും അല്ല വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അറിവ് വെച്ചും എൻ്റെ ഒരു അനുഭവം വെച്ചും ഞാൻ പറയാം. ഈ BJP സർക്കാരിനെതിരായ അല്ലെങ്കിൽ BJPയുടെ നിലപാടിനെതിരായ വിധിയാണെന്നിരിക്കട്ടെ, അങ്ങനെ വന്നാലും ഇവിടെ ഇത് ബൂർഷ്വാ കോടതിയാണ്, നീതി നിഷേധിക്കപ്പെട്ടു, ജഡ്ജിയെ പ്രതീകാത്മകമായി നാടുകടത്തുക, ഇങ്ങനെയുള്ള ഒരു സുകുമാര കലകളും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയും ഈ വിധിയോട് എതിർപ്പുണ്ടെങ്കിൽ അതിനെ നിയാമകമായ വ്യവസ്ഥാപിതമായ രീതിയിൽ അതിനെ നേരിടുക, അത് ചെയ്യുക. മുതലാണ് ശ്രീ എന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പറയൂ സംഘപരിവാർ കോടതി വിധിയെ, അവർക്കെതിരെ വന്ന കോടതി വിധിയെ വിമർശിക്കുകയും ഈ രീതിയിൽ ഇവിടെ നിങ്ങളടക്കമുള്ളവർ ഹീനമായി നമ്മുടെ നിയമവ്യവസ്ഥയെ അപമാനിക്കുകയും ചെയ്ത രീതിയിൽ എന്നെങ്കിലും പെരുമാറിയിട്ടുണ്ട്. അല്ല, ഈ ശബരിമല കേസ് ഓർമ്മയില്ലേ? ശബരിമല കേസിൽ കോടതി വിധിക്കെതിരെ അല്ല, കോടതി വിധിക്കെതിരെ അല്ല, ഇവിടെ സർക്കാർ ആ കോടതി വിധിയുടെ മറവിൽ ഈ സർക്കാർ ഇവിടെ തെമ്മാടിത്തരം കാണിച്ച സർക്കാരിനെതിരെയാണ് പ്രതികരിച്ചത്. കോടതി വിധിക്കെതിരെയല്ല. അന്തസ്സായിട്ട് ആ വിധിക്ക് അപ്പീൽ പോവുകയാണ് ചെയ്തത്. കോടതി വിധി വന്ന ദിവസവും അതിന്റെ അടുത്ത ദിവസവും ഒക്കെ നടന്ന ഈ നാമജപ ഘോഷയാത്രയും ഇതൊക്കെ സർക്കാരിനെതിരെയായിരുന്നു. ആ കോടതി വിധി വന്നതിൻ്റെ തൊട്ടു പിറകെ ഇവിടെ പിണറായി വിജയനും ഇവിടുത്തെ ഈ സർക്കാരും അടക്കം എടുത്ത നിലപാടുകൾക്കെതിരെയാണ്. ഇവിടുത്തെ സർക്കാരിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? അവിടെ പെണ്ണുങ്ങളെ ചാക്കിക്കെട്ടി കയറ്റുക എന്നുള്ളതായിരുന്നോ? അപ്പൊ താങ്കളോട് എന്റെ ചോദ്യം, ഇപ്പോൾ ഇവിടെ ഒരു കോടതി വിധി വന്നല്ലോ, ഈ കോടതി വിധിയോട് താങ്കൾ എതിർക്കണ്ട, അല്ലെങ്കിൽ BJP എതിർക്കണ്ട? അവിടെ സർക്കാരുകൾ ചെയ്ത കാര്യത്തോടുള്ള എതിർപ്പോ അതിനോടുള്ള നയം എന്താണ്, നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഗുജറാത്ത് സർക്കാർ ചെയ്തത് തെറ്റാണ്, അവർ ഈ പറയുന്ന പ്രതികളുമായി ചേർന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതി തന്നെയാണ്. അതുപോലെ ഈ കേന്ദ്ര സർക്കാരും ഇടപെട്ടിരിക്കുന്നത് പ്രതികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമാകുകയാണല്ലോ. അവിടെ അപ്പോൾ കോടതിയെ കുറ്റം പറയുന്നത് എന്തിനാണ്? കോടതിയെ ചോദ്യം ചെയ്യുന്നത് ആരാണ്? കോടതിയെ കുറ്റം പറഞ്ഞത്? അല്ല, താങ്കൾ പറഞ്ഞത് ഞാൻ കോടതിയെ കുറ്റം പറയില്ല. ഞാൻ കോടതിയെ, അതായത് ഇവർക്ക് ഗുജറാത്ത് സർക്കാർ ഈ പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. ഗുജറാത്ത് സർക്കാർ അവർക്ക് അനുകൂലം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞതും സുപ്രീം കോടതിയാണ്. ഗുജറാത്ത് സർക്കാർ അവർക്ക് അവരുടെ മുമ്പിലേക്ക്, ആ കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രേഖകൾ കെട്ടിച്ചമച്ചതാണ്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, അതായത് പറയുന്ന കേൾക്കൂ, അതായത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ അതേ സുപ്രീം കോടതി പറയുന്നു ആ ഗുജറാത്ത് സർക്കാരിന് ആ കോടതി വിധി തെറ്റായിരുന്നു, ഗുജറാത്ത് സർക്കാരിന് ആ തീരുമാനമെടുക്കാനുള്ള കോമ്പിറ്റൻസി ഇല്ല എന്നും ഇതേ കോടതി പറയുന്നു. ആ കോടതി വിധിയും ഈ നാട്ടിലുണ്ടായിരുന്നു.
ഉണ്ടായതാണ്, ഈ കോടതി വിധി ഈ നാട്ടിൽ അതെ, ഉണ്ടായതാണ്. ഗുജറാത്ത് സർക്കാരിന് അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ട് എന്ന് എന്ത് കണ്ടിട്ടാണ് ആ കോടതിക്ക് തോന്നിയത്? അതിനുവേണ്ടി എന്തൊക്കെയാണ് അവിടുത്തെ സർക്കാർ അവിടെ കൊണ്ടുപോയി കൊടുത്തത്? അത് കോടതിയോട് ചോദിക്കൂ. അത് കോടതി, ഞാൻ എങ്ങനെയാണെന്ന് പറയാ, ഇത് കോടതിയുടെ ഇത് രണ്ടും കോടതിയുടെ ബോധ്യങ്ങളാണ്. അതെ, ഇത് രണ്ടും കോടതിയുടെ ബോധ്യങ്ങളാണ്. അതിന് ഞാൻ അതാണ് സത്യം. കോടതി പറയുന്നത് സത്യമല്ലേ? ശരി, ബോധ്യം, സത്യം, ഇതൊക്കെ പര്യായ പദങ്ങളെന്ന് വിചാരിക്കാം. ഞാൻ ബോധ്യം എന്ന് ഉപയോഗിക്കുന്നു, നിങ്ങൾ സത്യം, ഇനി എന്തോ ആയിക്കോട്ടെ. അതല്ല പറഞ്ഞേ, ഇത് രണ്ടും കോടതിയുടെ നിലപാടുകളാണ്. ഇത് രണ്ടും കോടതിയുടെ നിലപാടുകളാണ്. ബിൽക്കിസ് ബാനു സംഭവം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നടന്ന ഏറ്റവും ഒരു വലിയ ഒരു ക്രൈമാണ്. വളരെ ക്രൂരമായ ഒരു ക്രൂരകൃത്യം തന്നെയാണ്. ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. അതിൻ്റെ അകത്തൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ ജീവപര്യന്തം ഇല്ല, അവർക്ക് നീതി കിട്ടണമെന്ന് ആർക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. അത് പ്രധാനമന്ത്രിക്ക് ആ അഭിപ്രായം ഉണ്ടായിരുന്നോ? ആഭ്യന്തരമന്ത്രിക്ക് ആ അഭിപ്രായമുണ്ടോ? ഗുജറാത്തിലെ സർക്കാരിന് ആ അഭിപ്രായം ഉണ്ടായിരുന്നോ? എങ്കിൽ പിന്നെ ഈ പ്രതികൾക്ക് വേണ്ടി എന്തിനാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തത് എന്ന ചോദ്യം വരില്ലേ? ലാൽ പറയുന്നത് കേൾക്കൂ. ഈ പ്രതികളെ വെറുതെ വിടണം എന്നുള്ള നിലപാടൊന്നും അല്ല എടുത്തത്. ഈ കഴിഞ്ഞ ആ സംഭവം നടന്നത് മുതൽ ഈ പ്രതികൾ ജയിലിലാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അവർ ഒരു കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിമോചന ഹർജിയുമായി അവർക്ക് സർക്കാരിനെ സമീപിക്കാം. പ്രതികളാണ് സാർ. ഇനി പറയുന്നത് പാവപ്പെട്ട ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഗർഭിണിയായ ഒരു യുവതിയെ, 19 വയസ്സുകാരിയെ ക്രൂരമായി ഒരു കലാപത്തിനിടയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബലാത്സംഗം ചെയ്ത് അവരുടെ 3 വയസ്സായ മകളെ അതുപോലെ കൊലപ്പെടുത്തി, അമ്മ, അനിയത്തി, ബാക്കിയുള്ള ബന്ധുക്കൾ പലരെയും കൊലപ്പെടുത്തിയ കേസാണ്. ബലാത്സംഗവും കൊലപാതകവുമാണ്. അങ്ങനെ വരുന്ന പ്രതികളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷം 75 ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഊരിവിടേണ്ട, ഇളക്കി വിടേണ്ട ആളുകളാണോ ഇവരൊക്കെ? ഈ സൗജന്യം അതും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സാർ. 92 ഗുജറാത്തിലെ സർക്കാരിന്റെ നയം പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കോടതി ഇത് അവതരിപ്പിച്ചത്. അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ പ്രതികളായിരിക്കുന്നവർക്ക് ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ സാധിക്കില്ല. ലാൽ, താങ്കളുടെ റെറ്ററിക്സ് ഒന്ന് കുറച്ചു, വോളിയം കുറയ്ക്കൂ, എന്നിട്ട് ഒന്ന് ക്ഷമിക്കൂ. എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾ കേൾക്കൂ, ക്ഷമയോടെ കേൾക്കൂ. ഞാൻ പറഞ്ഞല്ലോ, കുറ്റകൃത്യം അവിടെ നടന്നത് ഏറ്റവും ഹീനമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു തർക്കവുമില്ല. അവർ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഈ കേരളത്തിൽ ഇവിടെ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ കൊച്ചു കുട്ടികളുടെ മുമ്പിലിട്ട് അവരുടെ അധ്യാപകനെ ക്രൂരമായി കൊത്തി നുറുക്കി കൊന്നു. ആ കുട്ടികൾ എത്രയോ കാലം അതിൽ ഇപ്പം മുതിർന്ന ഒരു കുട്ടി അടുത്ത കാലത്തും കൂടെ ആത്മഹത്യ ചെയ്തു. അന്നത്തെ മെന്റൽ ട്രോമയിൽ നിന്ന് അവർ ഇന്നും മോചിതരായിട്ട് കോടതിയിൽ വന്നു. പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. പറയുന്ന കേൾക്കൂ. പ്രതികൾ ഒരേ ഒരു പ്രതിയാണ് ശിക്ഷിക്കപ്പെട്ടത് ഫൈനലി. കോടതിയിൽ നിങ്ങളൊക്കെ വാദിച്ചില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഇവിടെ ഏത് സർക്കാരാണ് ഒത്തുകളിച്ചത്? ഏത് സർക്കാരാണ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒത്തുകളിച്ച് കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ രേഖകൾ അവതരിപ്പിച്ചത്? ഇവിടെ സുപ്രീം കോടതി കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചോ? ഇന്നത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഗുജറാത്ത് സർക്കാർ രാജിവെക്കണ്ടേ? പൊന്നു സാറേ, ഒന്ന് നിർത്ത്. ഞാനിത് പറഞ്ഞു തീർന്നില്ല, ഞാനത് പകുതിയാക്കിയിട്ടുള്ളൂ. ആ പ്രതി കുറ്റവാളി അയാളെ 7 വർഷം കഴിഞ്ഞപ്പോൾ തുറന്നുവിട്ട ആ കുറ്റവാളിയെ അതേ സ്കൂളിലെ ഈ ക്രൂരകൃത്യം ചെയ്ത അതേ സ്കൂളിലെ PTA പ്രസിഡന്റ് നിങ്ങൾ. ഈ കേരളത്തിന്റെ സർക്കാർ പ്രസിഡന്റ് ആക്കുന്നത് അവിടെയുള്ള പാരന്റ്സും ടീച്ചേഴ്സും കൂടെ പ്രൊസീജിയർ കോഡുണ്ട്, ഇവിടുത്തെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി കള്ളം പറഞ്ഞ് ഒരു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും പെട്ട പ്രതികൾക്ക് ഊരി വരാൻ പറ്റുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം മാറുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വലിയ വീരവാദം മുഴക്കുക. നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നു എന്നാണ് ഇവിടെ ഇത്രയും നേരം നമ്മൾ കേട്ടത്. അതൊക്കെ അവർ പറയട്ടെ, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർ പറയുന്നു. പ്രധാനമന്ത്രിയെ വിമർശിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ കിട്ടുന്ന ഒരവസരവും അവർക്ക് പാഴാക്കില്ല, നിങ്ങളും പാഴാക്കില്ല. നിങ്ങളത് ചെയ്തോളൂ. അത് ബാക്കിയുള്ളവരെല്ലാവരും തലയെ കയറ്റി വെക്കണം, നിങ്ങളുടെ ഛർദ്ദിൽ വാരി വിഴുങ്ങണമെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ നാട്ടിലാണ്
വാളയാറിൽ ഒരു 2 പിഞ്ചു പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഈ പ്രോസിക്യൂഷനും സർക്കാരും കൂടെ ഒത്തുകളിച്ച് ആ പ്രതികളെ വിട്ട് ഞങ്ങൾ എൻ്റെ മക്കൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ച് കോടതിയിലാണ് ഈ കേസുകളൊക്കെ ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കേണ്ടി വന്നു. ഇവിടെ ഏറ്റവും അധികം തവണ നിയമങ്ങളെ അട്ടിമറിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഇവിടെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും ഏറ്റവും കൂടുതൽ അട്ടിമറിച്ചിട്ടുള്ളത് നിങ്ങളാണ്. കോടതിയെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ശ്രീ ഷാബു പ്രസാദ്, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, കോടതിയാണ് ഇന്ന് പറഞ്ഞത് ഗുജറാത്ത് സർക്കാർ ഈ രീതിയിൽ ഒത്തുകളിച്ചു പ്രതികളുമായിട്ടെന്ന്. ഇനി ആ സർക്കാരിന് ഒരു നിമിഷം അധികാരത്തിൽ തുടരാനുള്ള അർഹതയുണ്ടോ? താങ്കൾ ഷാബു പ്രസാദിന്റെ ധാർമ്മികത വെച്ച് നോക്കൂ. ഇല്ല, അർഹത ഒരു സർക്കാരിന് അധികാരത്തിൽ തുടരണോ വേണ്ടയോ എന്നുള്ള അർഹത തീരുമാനിക്കുന്നത് നിങ്ങളല്ലല്ലോ, കോടതിയല്ലേ? അല്ല, കോടതി സർക്കാരിനോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കോടതി സർക്കാരിന്റെ നിലപാട് ആദ്യമായിട്ടാണോ സർക്കാരിന്റെ നിലപാടുകൾ? കോടതിയിൽ എന്താ ചെയ്തത്? കോടതിയിൽ കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഭരണഘടനാ വിരുദ്ധമല്ലേ? ഈ നാട്ടിൽ ആദ്യമായല്ല സർക്കാർ നിലപാടുകൾക്കെതിരെ കോടതികൾ വിധി കൽപ്പിക്കുന്നതും കോടതികൾ നിലപാടെടുക്കുന്നതും. അതിനൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ കോടതിയുള്ളത്. ആ കോടതി വിധിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതേസമയം കോടതി ഈ സർക്കാരിന് തുടരാൻ യോഗ്യതയില്ല, ഈ സർക്കാർ രാജിവെക്കണം എന്നായിരുന്നു കോടതി വിധിയെങ്കിൽ ഈ സർക്കാർ രാജിവെച്ചില്ലെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ കോടതി വിധി അങ്ങനെയല്ല. 2002 ഗോദ്ര കൂട്ട കലാപവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ്. ആ കലാപം നടക്കുന്ന സമയത്ത് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതെ, ആ കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു സംശയമില്ല. അന്നത്തെ കേസാണ് ഈ രീതിയിൽ മാറി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ഗുജറാത്ത് ഭരിക്കുന്ന പാർട്ടിയും ഒക്കെ ഈ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന വലിയ ആരോപണം വരുന്നത് സർക്കാർ തന്നെ കൂട്ടുനിന്ന് ഒത്തുകളിച്ച് ഈ പ്രതികളെ ഇങ്ങനെ ഇറക്കി വിട്ടു. ഇത് ദൗർഭാഗ്യകരമാണെന്ന് രൂക്ഷമായ ഭാഷയിൽ കോടതി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് അത് പറയാനുള്ള പവർ ഉണ്ട്. കോടതിക്ക് സർക്കാരിനെ വിമർശിക്കാൻ അനുവദിച്ചു കൊടുത്തത് കോടതിക്ക് അല്ല, നിങ്ങളാണല്ലോ അനുവദിക്കാത്തത്. ഇവിടെ കോടതി നിങ്ങളുടെ നിലപാടിനെതിരെ കോടതി വിധി വരുമ്പോൾ ഇവിടെ ബൂർഷ്വാ കോടതിയാണ് ജഡ്ജിയെ പ്രതീകാത്മകമായി നാടുകടത്തുകയാണ്. ഈ നാട്ടിൽ ഈ കാലത്ത് നരേന്ദ്രമോദിയുടെ കാലത്ത് ഇങ്ങനെയല്ലാത്തൊരു വിധി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ. എന്റെ പൊന്ന് സാറേ, കോടതി വിധിയെ പറ്റി വലിയ പറയരുത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ 2022 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പറയുന്ന 11 പ്രതികളെ നിരത്തി നിർത്തി ഇറക്കി വിടാനുള്ള ഒരു സർക്കാരിന്റെ തീരുമാനം വരുന്നത് എന്ത് മനോഭാവമാണ് ആ സർക്കാരിന്? ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അതിന് കേസ് എന്തോ ആയിക്കോട്ടെ, കേസ് എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി വാളയാറിലെ പെൺകുട്ടികൾ ബില്യണേഴ്സ് അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളും വാളയാറിലെ കൊലപാതകങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? വാളയാറിലെ ആ കേസ് അട്ടിമറിച്ചതും പ്രോസിക്യൂഷനുമായിട്ട് ഒത്തുചേർന്ന് കളിച്ചതും നിങ്ങളാണ്. ഗുജറാത്തിലോ? ഗുജറാത്തിലല്ല, കേരളത്തിൽ. കേരളത്തിലോട് ഞാനിരിക്കുന്നത് കേരളത്തിലാണ്. നമ്മളിരിക്കുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ താങ്കൾ കേരളത്തിൽ ഇവിടെ ഉണ്ടായി എന്ന് പറയുന്ന ഈ പ്രശ്നം, ഈ വാളയാറിൽ കൊലപാതകങ്ങൾ ചെയ്ത അതേ പ്രശ്നം തന്നെയാണ് ഗുജറാത്തിലെ കൊലപാതകങ്ങളും അവിടുത്തെ സർക്കാരും ചെയ്തതാണ് താങ്കൾ അംഗീകരിക്കുന്നത്. ഗുജറാത്തിലെ കേസിൽ, ബിൽക്കിസ് ബാനു കേസിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ ജയിലിലാണ്. കോടതി ഉള്ളതുകൊണ്ടോ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ, ഭരണകൂടത്തിന് ശിക്ഷിക്കാൻ പറ്റില്ല. എന്നാ 10 വർഷം ഇവിടെ വരുന്നല്ലോ, സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷം, 10 കൊല്ലം മുമ്പ് ഇവിടെ വരുന്നത്. അല്ലാതെ ഇതിന്റെ അകത്ത് കയറ്റുക, കോടതി വിധി ജയിലിലാക്കുക, അവർക്ക് സൗകര്യമുള്ളപ്പോൾ പരോള് കൊടുക്കുക, പോയി അവർ സർവ്വ തോന്നിവാസം കാണിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് വിളക്കുക, ജയിലിൽ കള്ളും കഞ്ചാവും എത്തിച്ചു കൊടുക്കുക, മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുക്കുക. ഈ കലാപരിപാടിയൊന്നും നടന്നിട്ടില്ല. 20 കൊല്ലം ജയിലിൽ എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അവർക്ക് പുറത്തിറങ്ങി അവർ കള്ളും കഞ്ചാവും അല്ല അതിനപ്പുറമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ 11 പ്രതികൾ ഇപ്പോൾ സ്വതന്ത്ര വിഹാരമാണ്. 2 ആഴ്ച കൊണ്ട് കീഴടങ്ങണമെന്ന് കോടതി അപേക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തി. കോടതി ഉത്തരവാണ്, അവരതനുസരിച്ച്
അനുസരിച്ചേ പറ്റുള്ളൂ. കോടതിയുടെ നേരത്തെ ഉത്തരവാണല്ലോ. കോടതിയുടെ ഉത്തരവാണ്. ഉത്തരവ് കള്ള നിയമം പറഞ്ഞ് കള്ള രേഖകൾ ഉണ്ടാക്കി ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അവരുടെ കുടുംബത്തിലെ 7 പേരെ കൊന്ന പ്രതികളെ ആ പ്രതികളെ നിർത്തി ഗുജറാത്ത് ഗവൺമെന്റ് ഇന്ന് ചർച്ചയ്ക്കാണെങ്കിൽ ആളുകളെ വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതേ നിങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിൽ നാളെ ഇനിയും മഹാരാഷ്ട്രയിൽ നിന്ന് ഈ റെമിഷൻ വാങ്ങി വന്നു കഴിഞ്ഞാൽ ഇതേ കോടതി എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ പോകാൻ പറ്റുക? ആദ്യം നിങ്ങൾ തീർക്കേണ്ടത് ഈ ഗുജറാത്തിലെ സർക്കാർ ചെയ്ത തെറ്റ് തിരുത്തണം. കോടതി അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നേരെ പോയി തെറ്റിദ്ധാരണയാണ് സാർ, തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് നേരെ പോയി മഹാരാഷ്ട്രയിൽ പോയി ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് കേട്ടല്ലോ, നേരെ ഇനി ഈ 11 പ്രതികൾ മഹാരാഷ്ട്രയിൽ വന്ന് അവിടുത്തെ സർക്കാരിന് ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ നാളെ അങ്ങ് ഇറങ്ങിപ്പോകാമെന്നാണ്. അപ്പോൾ ഈ ചെയ്തു കൂട്ടിയ ഗുജറാത്തിലെ സർക്കാരുമായി ഒത്തുകളിച്ച കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞതൊക്കെ ഇനി തിരുത്തണ്ടേ? അതിൽ വന്ന ശിക്ഷ ഏറ്റുവാങ്ങണ്ടേ? അതല്ലാതെ ഈ കേസിലേക്ക് എങ്ങനെയാണ് വരിക? ലാൽ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ നാളെ അവർ ഒരു റെമിഷൻ വാങ്ങി തെറ്റിദ്ധരിപ്പിച്ചത് പ്രതികളും ഗുജറാത്ത് സർക്കാരും അവിടുത്തെ കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചു. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായില്ല. നാളെ അവർ മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് റെമിഷൻ വാങ്ങി വന്നാൽ ഇതേ നിങ്ങൾ കോടതിയുടെ അനുവാദത്തോടുകൂടി റെമിഷൻ വാങ്ങിയാൽ ഇതേ പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഗുജറാത്ത് സർക്കാരിന് കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങൾ അനുസരിച്ച് ധാർമ്മികമായി തുടരാനുള്ള അവകാശമുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, ഈ പ്രതികൾക്ക് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നേരെ അങ്ങ് മഹാരാഷ്ട്രയിൽ ചെന്നുപോയി ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ ഇറങ്ങിപ്പോകാനാകുമോ? ചെയ്തതൊന്നും ഇനി അന്വേഷിക്കണ്ടേ? അല്ല, ഗുജറാത്ത് സർക്കാരിന് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തുടരുന്നതിനുള്ള ധാർമ്മികമായ അധികാരമുണ്ടോ അല്ലെങ്കിൽ അവകാശമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ രാജിവെക്കുന്ന രീതിയും പതിവുമൊക്കെ ഏറെക്കാലമായി കാണാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. തിരിച്ചടി എന്ന വാക്ക് ഷാബു പ്രസാദ് കാണുന്നത് പ്രതിയോഗിയുടെ അടി മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. സെറ്റ് ബാക്ക് എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്. അതിൻ്റെ പരിഭാഷ എന്ന നിലയ്ക്കാണ് നമ്മൾ തിരിച്ചടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ബിൽക്കീസ് ബാനോ കേസ് എന്നറിയപ്പെടുന്ന ഈ കേസിൽ അങ്ങേയറ്റം ഹൃദയഭേദകമായ കേസാണിത്. ആ കേസിലെ 11 പ്രതികൾക്ക് കോടതി നൽകിയ ജീവപര്യന്തം തടവ് ശിക്ഷ അത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് റെമിഷൻ നൽകിക്കൊണ്ട് അവരെ സ്വാതന്ത്ര്യദിനം എന്നുള്ള ഒരു നല്ല ദിവസം നോക്കി മോചിപ്പിക്കുക. സ്വാതന്ത്ര്യദിനം മാത്രമല്ല, അവരുടെ ജാതി കൂടി പ്രശ്നമായിരുന്നു. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടില്ലേ, അവർ ബ്രാഹ്മണരായതുകൊണ്ട് അവർക്ക് ഈ ശിക്ഷ നൽകുന്നത് ശരിയല്ല, ജയിലിൽ പാർപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് സുപ്രീം കോടതിയുടെ പരാമർശം അതേക്കുറിച്ചുമുണ്ട്. ഈക്വാളിറ്റി. ഈ 11 പ്രതികൾക്ക് റെമിഷൻ അനുവദിച്ചപ്പോൾ എന്തുകൊണ്ട് തത്തുല്യമായ സാഹചര്യത്തിലും അവസ്ഥയിലും കഴിയുന്ന മറ്റ് പ്രതികളുടെ കാര്യം, മറ്റ് തടവുകാരുടെ കാര്യം പരിഗണിച്ചില്ല എന്ന ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണ് മറ്റ് തടവുകാർ ബ്രാഹ്മണർ അല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണേണ്ടത്. ഇനിയിപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ 11 പ്രതികളും ജയിലിൽ മടങ്ങിയെത്തണം. അവരുടെ അവശേഷിക്കുന്ന തടവ് ശിക്ഷ പൂർത്തിയാക്കണം. ആ ജീവപര്യന്തം തടവ് അങ്ങേയറ്റം ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്തവർക്ക് വേണ്ടി ഷാബു പ്രസാദിനെ പേരുള്ളവർ അല്ലെങ്കിൽ ആ പാർട്ടി ഇത്ര ശക്തമായി വാദിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. ഈ ചർച്ചയിൽ BJP പ്രതിനിധി പങ്കെടുക്കുന്നില്ല എന്ന് ലാൽ ആദ്യമേ പറഞ്ഞു. ആ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് ഷാബു പ്രസാദ് അതിതീവ്രമായ ഭാഷയിൽ അത് തൻ്റെ അല്ലെങ്കിൽ BJPയുടെ ആ വാദമുഖങ്ങൾക്കിടെ അവതരിപ്പിക്കുന്നത്. അത് എങ്ങനെയും ആയിക്കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, നമ്മുടെ നാട്ടിൽ നിയമവാഴ്ചയുണ്ട്. ആ നിയമം ഭരണഘടനയിൽ അധിഷ്ഠിതമായ നിയമം, ആ നിയമത്തിൻ്റെ പരിരക്ഷയും ആനുകൂല്യങ്ങളും സൗജന്യവും അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രതികൾ അവർക്ക് വധശിക്ഷ നൽകിയില്ല, അതിൽ നിന്ന് അവരെ ഒഴിവാക്കി. അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന
ആ തടവിൽ കഴിയുന്ന കാലത്ത് നിരന്തരം പരോളിൽ പോയിക്കൊണ്ടിരുന്നവരാണ് ഈ പ്രതികൾ. അവർ ജയിലിൽ കിടക്കുകയായിരുന്നില്ല. ആ പരോളിൻ്റെ തുടർച്ചയായ പരോളിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ റെമിഷൻ ലഭിച്ചിരിക്കുന്നത്. അത് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതിനർത്ഥം അവർക്ക് ഇനി നിയമത്തിൻ്റെതായ ഒരു പരിരക്ഷയും അവകാശപ്പെടാൻ കഴിയില്ല എന്നല്ല. അവർക്ക് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച സാങ്കേതികമായ പിഴവുകൾ തിരുത്തിക്കൊണ്ട് വീണ്ടും പരോളിന് അപേക്ഷിക്കാം, വീണ്ടും പരോൾ ലഭിക്കുമായിരിക്കാം. അങ്ങനെ ലഭിച്ചാൽ തന്നെ ആ പരോൾ ഉത്തരവും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോഴും ഈ സർക്കാരുമായി ചേർന്ന് ഒത്തുകളിച്ച്, സർക്കാർ തന്നെ ഒത്തുകളിച്ച്, ഭരണകൂടം തന്നെ ഒത്തുകളിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനുള്ള പരിഹാരമെന്ത്, ശിക്ഷ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അതിലേക്കൊക്കെ ഇനിയും വലിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ടാകും. ശ്രീമതി ആനി രാജ, ഈ പ്രധാനമന്ത്രിയും ഈ BJPയുടെ ഭരണവും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. 2024 തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ത്രീകളാണ് പ്രധാനപ്പെട്ട ഒരു വിഭാഗം അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിനകം തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിനിടയിലാണ് ഈ ബിൽക്കിസ് ബാനു കേസ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. അവിടെയാണ് BJPയുടെ പ്രതികരണം ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. ഇത് ഈ രീതിയിൽ ഒരു വലിയ ജനാധിപത്യത്തിന് ഭീഷണിയായ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, ഫാസിസ്റ്റ് രീതികൾ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും രാജ്യം പോകാൻ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, ഈ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, രാജ്യം മുഴുവൻ അത്തരം സർക്കാരുകളുടെ ഒരു സ്വാധീനം ഉണ്ടാകുന്നൊരു നാളെയാണ് ഉണ്ടാകുന്നത് എങ്കിൽ എവിടെയാണ് ബിൽക്കിസ് ബാനുമാർക്ക് നീതി കിട്ടുക? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ പാനലിലിരിക്കുന്നവരൊക്കെ ഇവിടെ ഛർദ്ദിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു വലത് നിരീക്ഷകൻ. അദ്ദേഹം സ്വയം ഛർദ്ദിക്കുകയും അത് സ്വയം വാരിത്തിന്നുകയുമാണ് ചെയ്യുന്നത്. വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് നീതി വേണമെന്നുള്ള കാര്യത്തിൽ ദേശീയ മഹിളാ ഫെഡറേഷന് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അവരുടെ സമരത്തോടൊപ്പമാണ്. എന്നാൽ വാളയാർ പെൺകുട്ടികളുടെ കേസ് പറയുന്ന അത് നരേന്ദ്രമോദിക്ക് ബ്രിജ്ഭൂഷണെ ഒപ്പമിരുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമമുണ്ടാക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് ആ വലത് നിരീക്ഷകനോടൊന്ന് പറയുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് അതെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് ഇത്രയും ഡൽഹി പോലീസ് ആവർത്തിച്ച് പറയുന്നു ഈ ഗുസ്തി താരങ്ങൾക്കെതിരായി ഈ ലൈംഗികാതിക്രമണം നടത്തിയ ആളാണ് BJP MP ബ്രിജ്ഭൂഷൺ എന്ന് കോടതിക്ക് മുമ്പാകെ പറയുമ്പോഴും ദേശീയ മഹിളാ ഫെഡറേഷൻ സ്പീക്കർക്ക് ഒരു ലെറ്റർ കൊടുത്താണ്, ഒരു മെമ്മോറാണ്ടം കൊടുത്താണ് ഈ കേസ് തീരുന്നത് വരെ ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന കുറ്റാരോപിത ലൈംഗിക അതിക്രമം കാണിച്ച ആളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ കുറ്റവാളിയെ കൂടെ ഇരുത്തുകയും ഈ രാജ്യത്തെ പാർലമെന്റിലെ പ്രതിപക്ഷത്തിലെ മഹാഭൂരിപക്ഷം പ്രതിപക്ഷ MPമാരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് RSS BJP ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല ഡോക്ടർ ലാൽ, അങ്ങനെ താങ്കൾ ചോദിച്ച പോലെ ഒരു സാഹചര്യം ഉണ്ടായാൽ. കാരണം നമ്മൾ കാണുന്നതാണ് BJPയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJP നേതാക്കന്മാർ, അത് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ പല സംസ്ഥാനങ്ങളിലും UPയിൽ എത്രയോ കേസുകൾ MLAമാർ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള കേസ്, ലൈംഗികാതിക്രമണ കേസുകൾ അതൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രിജ്ഭൂഷണെ പോലുള്ള ശങ്കറിനെ പോലുള്ള ആളുകൾ, കത്തുവയിലെ പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അത് മൃഗീയമായി ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ട് ആ പെൺകുട്ടിക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല BJPയുടെ ആളുകൾ ഇന്ത്യയുടെ ദേശീയ പതാകയും എടുത്തുകൊണ്ട് ജമ്മുവിൻ്റെ തെരുവിൽ പ്രകടനം നടത്തിയത്. ആ പ്രകടനം നടത്തിയത് ഈ കുറ്റവാളികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കുറ്റവാളികളോടൊപ്പം, ലൈംഗികാതിക്രമണ കുറ്റവാളികളോടൊപ്പം എന്നും നിൽക്കുന്ന പാർട്ടിയാണ് BJP. കാരണം ആ BJPയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് RSSന്റെ ഐഡിയോളജിയാണ്, മനുവാദി ഐഡിയോളജിയാണ്. അവിടെ ആ ഐഡിയോളജിയിൽ സ്ത്രീകളുടെ ഇടമെന്ന് പറയുന്നത് ഒരു വീടിൻ്റെ 4 ചുവരുകൾക്കകത്താണ്. ആ ഒരു സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് വീട്ടിലെ ജോലി ചെയ്യാം, ഭക്ഷണം പാകം ചെയ്യാം, 2 കുഞ്ഞുങ്ങളെ പ്രസവിക്കാം, 3 വേണമെങ്കിൽ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥന നടത്താം. ഈ 3 കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരിക, അല്ലെങ്കിൽ സ്ത്രീകൾ തുല്യ പദവി ആവശ്യപ്പെടുക, ഇതൊന്നും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വിശ്വസിക്കുന്ന പ്രത്യാശാപരമുള്ളവരാണ് BJPക്കാർ. അതുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ദേശീയ മഹിളാ ഫെഡറേഷൻ സുപ്രീം കോടതിയുടെ മുന്നിൽ ഫയൽ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നിർബന്ധിതനായത് ആ ബില്ല് കൊണ്ടുവരാൻ. ആ ബില്ല് പാസ്സാക്കുമ്പോൾ സ്ത്രീകളുടെ രണ്ട് കാലിലും വലിയ ചങ്ങലയിട്ട് കെട്ടിക്കൊണ്ടാണ് ആ നിയമം പാസ്സാക്കിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി ഡീലിമിറ്റേഷനും രണ്ട് കാലുകളിലും സ്ത്രീകളുടെ രണ്ട് കാലുകളും ബന്ധിച്ചുകൊണ്ടൊരു നിയമം പാസാക്കി സ്ത്രീ ശാക്തീകരണം പ്രസംഗിക്കുന്ന ശ്രീ നരേന്ദ്രമോദി ആരെ അടുത്തിരുത്തിക്കൊണ്ടാണ് ആ നിയമം പാസാക്കുന്നത്? കുറ്റവാളികളെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ല, ഇപ്പോഴും ഒന്നും ആയിട്ടില്ലല്ലോ. ശ്രീ ഷാബു പ്രസാദ് ഇപ്പോഴും ഒന്നും ആയിട്ടില്ലല്ലോ. ശരി, ഞാൻ വരാം. ശ്രീമതി ആനി രാജ, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഷമാ മുഹമ്മദ് ഇപ്പോ ഷാബു പ്രസാദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, നിങ്ങൾക്ക് ഗുജറാത്തിലെ കോടതികളോട് എന്ത് ബഹുമാനം എന്നാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് എതിരായ വിധി വന്നപ്പോൾ നിങ്ങളും പറഞ്ഞതല്ലേ അതേ അവരും ചെയ്യുന്നുള്ളതാണ്. എല്ലാത്തിനും അപ്പുറം ഉണ്ടല്ലോ എന്ന് കാണിക്കുകയാണ് ഷാബു പ്രസാദ്. അവിടെ കണ്ടില്ലേ, അതുപോലെ ഇവിടെയുണ്ട്. ഒന്ന് ഗുജറാത്തിൻ്റെ വിധി പറഞ്ഞാലും നമ്മൾ വിധിനെ പറ്റിയിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞത്, അതിൻ്റെ രീതിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. കോർട്ടിൻ്റെ വിധിൻ്റെ എതിരായിട്ടല്ലല്ലോ, എങ്ങനെയാണ് രീതി, എങ്ങനെ ഇത് ചെയ്തെന്ന് അതിൻ്റെ മേലെയാണ് നമ്മൾ സംസാരിച്ചത്. ഞങ്ങൾ കോർട്ടിൻ്റെ എതിരായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബലാത്സംഗം ചെയ്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരാണ് ശൈലേഷ് ചിന്മലാൽ ഭട്ട്. ഇദ്ദേഹത്തിൻ്റെ ഒക്കെ സ്റ്റേജ് മേലിരുന്ന് ഗുജറാത്തിൻ്റെ ദെഹാദിൻ്റെ MP ജസ്വന്ത് സിംഗ് ബബോറും MLA ശൈലേഷ് ബബോറും ദഹോദിന്റെ MP MLA ഇരുന്നത് ആ സ്റ്റേജിൽ. ഇദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അവര് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് സ്റ്റേജിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര സപ്പോർട്ട് ആണ് ബലാത്സംഗം ചെയ്തവർക്ക് BJP കൊടുക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് 2014 തുടങ്ങിയത്. ഒന്ന് ആദ്യം കുൽദീപ് സിംഗ് സെങ്കർ, അദ്ദേഹം എല്ലാവർക്കും അറിയാമായിരുന്നു അദ്ദേഹം ബലാത്സംഗം ചെയ്തു ആ കുട്ടിക്ക് രീതിയിനകത്ത് FIR ഇട്ടിട്ടില്ല അവര്. അതിൻ്റെ ശേഷം ആ കുട്ടി കുറെ പ്രതിഷേധം ചെയ്തു, ആ കുട്ടീൻ്റെ അച്ഛനെ കൊന്നു, ആ കുട്ടിയുടെ ഫാമിലിനെ കൊന്നു. എന്നിട്ട് ലാസ്റ്റിൽ CBI ഇതിൽ വന്നു, ഈ MLA ആണ് ചെയ്ത്. എന്നേരം MLA-നെ അവർ പുറത്താക്കിയിട്ടുള്ളൂ. അതുവരെ നരേന്ദ്രമോദി ആ MLA-ൻ്റെ ഒക്കെ. അതിൻ്റെ ശേഷം നമ്മൾ കണ്ടു കട്ടുവ, ഒരു 8 വയസ്സിൻ്റെ കൊച്ച്, ആ കുട്ടീനെ ഒരാഴ്ചയാണ് അവർ റേപ്പ് ചെയ്തത്, ബലാത്സംഗം ചെയ്ത്. അതിൻ്റെ മേലെയും ആ ബലാത്സംഗം ചെയ്തവരൊക്കെയാണ് അന്ന് BJP-യുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അറിയോ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നിന്നത് അവർക്ക് പിന്തുണ കൊടുത്തിട്ട്. മൂന്നാമത് നമ്മൾ കണ്ട ഹാത്രസിൽ അർദ്ധരാത്രിയാണ് ആ കുട്ടീനെ അവര് ക്രമേറ്റ് ചെയ്ത്, അർദ്ധരാത്രി. എന്നിട്ട് എന്താന്ന് പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, യോഗി ആദിത്യനാഥ്, ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. പിന്നെ CBI റിപ്പോർട്ടിൽ അന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിഷേധം ചെയ്ത CBI കേസായി CBI പറഞ്ഞു ഒരു വലിയ ഹൈ കാസ്റ്റ് അവൻ ഈ ദളിത് പെണ്ണിന് ബലാത്സംഗം ചെയ്തു. അന്നും അവര് റേപ്പിസ്റ്റ്, ബലാത്സംഗം ചെയ്തവരൊക്കെയാണ്. നമ്മൾ മറക്കട്ടെ, സ്വാമി ചിന്മയാനന്ദ്, അതിനും ആ കേസിലും അവർ ബലാത്സംഗം ചെയ്തവർ. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ബലാത്സംഗം, നിങ്ങൾ മനസ്സിലാക്കണം, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ എതിരായിട്ട് ആരുള്ള ഒളിമ്പിക് മെഡലിസ്റ്റ്. ഈ ഒളിമ്പിക് മെഡലിസ്റ്റ്, ഈ സ്ത്രീകൾക്ക് നീതിയും ന്യായം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഒരു ബീഹാറിലെ ഗ്രാമത്തിൽ ഒരു സ്ത്രീ, ബുലൻഷേറിലെ ഗ്രാമത്തിൽ ഒരു സ്ത്രീ, മധ്യപ്രദേശിലെ ഗ്രാമത്തിലെ ഒരു സ്ത്രീ, അവർക്ക് നീതിയും ന്യായം കിട്ടില്ല. എന്തുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നവർക്ക് എന്താ കാണുന്നത്? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ എതിരായിട്ട് ഇത്ര വലിയ ആൾക്കാർ പ്രതിഷേധം ചെയ്ത് അവർക്ക് നീതി കിട്ടുന്നില്ല. ഡോക്ടർ ഷാബു പ്രസാദ്, എനിക്കൊരു 30 സെക്കൻഡേ ഉള്ളൂ. ഈ പറയുന്ന ബലാത്സംഗം ചെയ്യുന്നവർക്കും കൊലപാതകികൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ BJP അങ്ങനെ കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ, നരേന്ദ്രമോദി ഈ നാരീശക്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതുകൊണ്ട് എന്ത് കാര്യം? അവിടെ ഒരു പിന്തുണ വേണ്ടേ? ബിൽക്കിസ് ബാനുവിന് പിന്തുണ കൊടുക്കുന്നത് ഇങ്ങനെയാണോ? ബിൽക്കിസ് ബാനുവിനെന്നല്ല, ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്കൊപ്പം, അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് ഏത് ഭരണകൂടത്തിൻ്റെയും ഏത് പാർട്ടിയുടെയും ചുമതലയാണ്, അടിസ്ഥാന ധർമ്മമാണ് അത്. എന്തായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പറയുന്നു,
ഈ കേസിലെ വിധി എതിരാണ് എന്നുള്ളത് കൊണ്ട് ഒരു BJP നേതാവും അല്ലെങ്കിൽ BJP യോ പാർട്ടിയോ ആരും തന്നെ ചാനലുകളിലോ മാധ്യമങ്ങളിലോ ഇരുന്ന് ഒരു ജഡ്ജിയെയും പ്രതീകാത്മകമായി നാളെ അതിന്റെ അകത്ത് കാര്യമുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ച ഗവൺമെന്റാണ് രാഹുൽ ഗാന്ധിയുടെ കേസിൽ ഗുജറാത്തിൽ വിധി വന്നപ്പം ഈ ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞത് എന്താണ്? ഇതുവരെ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ലല്ല, നിങ്ങൾ അത് ഒരു കാര്യമുണ്ട്, നിങ്ങളുടെയൊക്കെ വ്യാഖ്യാന പ്രകാരം വർഗീയ ഫാസിസ്റ്റുകളും ഒക്കെയാണ്. നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ. ബ്രാഹ്മണർ ബലാത്സംഗം ചെയ്താൽ അവരെ ജയിലിലിടരുത്. അവരെ ആര് പറഞ്ഞു? ഇവിടെ കോടതി പറഞ്ഞു. വെറുതെ എന്തെങ്കിലും കിടന്ന് പറയരുത്. ആര് പറഞ്ഞു? ആനി രാജയും ഈ ഷമാ മുഹമ്മദ് ഈ ചർച്ചയുടെ എനിക്ക് കൂടുതൽ സമയം തരാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗുജറാത്ത് സർക്കാരും പ്രതികളും ബലാത്സംഗം ചെയ്ത് കൊലപാതകം ചെയ്ത പ്രതികളും ചേർന്ന് ഒരു നിയമവ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നു എന്ന് കോടതി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ കോടതി ഇനി എന്താണ് ഈ സർക്കാരിനെതിരെ നിലപാടെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ നിയമ വിധി അനുസരിച്ച് എന്ത് നിലപാടാണ് ഇനി എടുക്കേണ്ടത്? ഇതൊക്കെയാണ് ജനങ്ങൾ കൂടി ചിന്തിക്കേണ്ടത്. ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നില്ലല്ലോ, ഇത് പറയുന്നവരെ ആരെയും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ ഗുജറാത്ത് സർക്കാരിന് വേണ്ടി കൈയടിക്കുന്നവർ ഇത് ഇനിയും ഇതുപോലെയുള്ള ജനവിധികൾ ഉണ്ടാകും, അവർക്ക് അനുകൂലമായി ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അത് ജനം തന്നെ മറുപടി കൊടുക്കേണ്ടതാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീമതി ആനി രാജ, ഡോക്ടർ ഷമാ മുഹമ്മദ്, PK ശ്രീമതി ടീച്ചർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഷാബു പ്രസാദ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.